കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്ക്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പരിക്കേറ്റത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി മന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുന്നുണ്ട്. ആരോഗ്യമേഖലയിലെ പല വീഴ്ചകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഇന്നും സമാനമായ രീതിയിൽ കണ്ണൂരിൽ പ്രതിഷേധം നടന്നിരുന്നു. അതിലാണ് മന്ത്രിക്ക് പരിക്കേറ്റിരിക്കുന്നത്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബിജീഷ്, എന്താണെന്ന് കണ്ണൂരിൽ സംഭവിച്ചത്? രാവിലെ മുതൽ ആരോഗ്യമന്ത്രിയുടെ വിവിധ പരിപാടികൾ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് ലീഗും ഒക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രകടനം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലായി നടക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മന്ത്രി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. KSU പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന മന്ത്രി പ്ലാറ്റ്ഫോമിൽ എത്തുന്ന ഘട്ടത്തിൽ KSU പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി എത്തി. KSU ജില്ലാ പ്രസിഡന്റ് അതുലിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പ്രതിഷേധവുമായി കരിങ്കൊടി കാണിക്കാനായി എത്തിയത്. ഇവരെ പോലീസ് തടയുന്നതിനിടെ മന്ത്രി സ്ഥലത്തേക്ക് വരികയും പ്രതിഷേധക്കാരെടുത്ത് സംസാരിക്കണം എന്നുള്ള തരത്തിൽ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടെ പോലീസ് ഈ പ്രവർത്തകരെ അവിടുന്ന് മാറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞ് മന്ത്രി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയ ഘട്ടത്തിലാണ് കഴുത്തിനും അതുപോലെ തന്നെ മറ്റു ശരീരത്തിലും വേദന അനുഭവപ്പെടുന്നതായിട്ടുള്ള കാര്യം പറഞ്ഞത്. അവിടെ സ്പീക്കറും ഈ സമയത്ത് വന്ദേഭാരത് എക്സ്പ്രസിന് പോകാനായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ സ്പീക്കറിന്റെ അടുത്ത് മന്ത്രി വിവരം പറഞ്ഞു. അതിനെ തുടർന്ന് സ്പീക്കറാണ് മന്ത്രിയുടെ അടുത്ത് ആശുപത്രിയിലേക്ക് പോകാനുള്ള നിർദ്ദേശം നൽകുന്നത്. തുടർന്ന് മുഖ്യമന്ത്രിയെയും സ്പീക്കർ ഈ വിഷയം അറിയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. ഏതായാലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. അല്പം മുൻപ് പെരിങ്ങോത്ത് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്നതിനിടെ അവിടെ വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിലുള്ള KSUവിന്റെ ഒരു പ്രതിഷേധ പരിപാടി നടന്നത്. ആ പരിപാടിക്കിടെ മന്ത്രിക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അനീഷ. ബിജീഷ്, മതിയായ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടായില്ലേ? മന്ത്രിക്കാണ് ഒരു പ്രതിഷേധത്തിനിടെ പരിക്കേറ്റിരിക്കുന്നത്. ഇതിനകത്ത് ടൗൺ പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നു. കാരണം രാവിലെ മുതൽ ഇത്തരത്തിൽ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ടൗൺ പോലീസിന്റെ ബിജീഷ്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ സ്പീക്കർ AN ഷംസീർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്കാം. ആ പ്രതികരണത്തിലേക്ക് വരാം. ബിജീഷ്, ഇന്ന് എന്തായിരുന്നു അവിടെ ഉണ്ടായത്? തുടരാം. അതായത് ഇപ്പോൾ വന്ദേഭാരത് എക്സ്പ്രസിന് തിരുവനന്തപുരത്തേക്ക് പോകാനാണ് മന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ആ ഘട്ടത്തിലാണ് KSU പ്രവർത്തകർ, ഒരു 10-20ഓളം വരുന്ന KSU പ്രവർത്തകർ സ്ഥലത്തെത്തുകയും മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തത്. ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. അത് കഴിഞ്ഞ് മന്ത്രി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ ഘട്ടത്തിൽ